പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവസങ്ങളുടെ രാജാവ് വെള്ളിയാഴ്ചയാണ്. ഈ ദിവസത്തിൽ ഒരു സൂറത്ത് ഓതിയിട്ട് മനസ്സറിഞ്ഞിട്ട് നമ്മൾ അതിനെ തവസ്സുലാക്കി ദുആ ചെയ്താൽ നമ്മുടെ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇന്ന് തന്നെ തീർത്ത് കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുറാദുണ്ടാകുമല്ലോ, ആ മുറാദും ഈ സൂറത്ത് കൊണ്ട് നമ്മൾ പ്രത്യേകം ദുആ ചെയ്താൽ ഹാസുലായി കിട്ടും. മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് ഒരാഴ്ച മുഴുവൻ 10 ദിവസത്തേക്ക് അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് അള്ളാഹു ഇറക്കി തരും. ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പരിശുദ്ധമായ അമൽ, പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട അമലുകൾ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാം ഹാസുലാക്കട്ടെ, എല്ലാവരുടെ പ്രയാസവും മാറ്റട്ടെ, നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന അൻവാർ റിഫത്തിന്റെ കുടുംബം, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്, സഹോദര സഹോദരിമാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ. കൽബ് നിറച്ച് ദുആ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്, എത്രയോ കാലങ്ങളായി കൂടെ നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയാം, വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്. ഒരുപാട് പേർക്ക് ക്ലാസ് എത്താനൊക്കെ കാരണമാകും. അവർക്കെല്ലാം അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ക്ലാസ് കേട്ട് ഒന്ന് ലൈക്ക് ചെയ്തു പോകുന്ന ഒരു ദീനിയായ സ്നേഹത്തോടെ സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. പരിശുദ്ധ വെള്ളിയാഴ്ച കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുന്നവരിൽ നമ്മൾ പെടുത്തിട്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചതുപോലെ ഇന്ന് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ ലീഡറാണ്. ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളും ഭയങ്കരമായ മഹത്വമുള്ള ദിവസം വെള്ളിയാഴ്ചയാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമുക്ക് ലാഭകരമായി കൃത്യമായിട്ട് കിട്ടിയാൽ ഇതാ സലിമത്തുൽ ജുമുഅത്തു സലിമത്തുൽ അയ്യാം. ബാക്കിയുള്ള എല്ലാ ദിവസവും കാര്യങ്ങളും ഓക്കെയായി. വെള്ളിയാഴ്ച കയ്യിൽ നിന്ന് പോയാലോ ബാക്കിയുള്ള ദിവസം മുഴുവൻ നമ്മൾ പരാജയപ്പെടും. അപ്പോൾ യഥാർത്ഥത്തിൽ ബാക്കിയുള്ള ദിവസത്തിൻ്റെ എല്ലാ കുറവുകളും പരിഹരിക്കുന്ന, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച. അതെന്താ ചെയ്യേണ്ടതെന്നറിയോ? വെള്ളിയാഴ്ച ജുമാ നിസ്കാരം ഉള്ളതുകൊണ്ട് സഹോദരന്മാർ പരിഗണിക്കും, പള്ളിയിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഞങ്ങളെ ബാധിക്കുന്ന ദിവസമല്ല എന്ന് കരുതി, കാരണം ജുമാ ഇല്ലാത്തതുകൊണ്ട് അവർ ളുഹർ നിസ്കരിച്ച് സാധാരണ പോലെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വൈകി ളുഹർ നിസ്കരിക്കും. ളുഹർ നേരത്തെ നിസ്കരിച്ചാൽ തന്നെ വെള്ളിയാഴ്ചയുടെ എഫക്റ്റും പരിഗണനയും അവരിൽ കാണുന്നില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സഹോദരന്മാർക്ക് എപ്രകാരം പരിഗണനയാണോ അപ്രകാരം പരിഗണനീയമാകണം സഹോദരിമാർക്കും. അപ്പോഴേ നമുക്കതിൻ്റെ ലാഭം കിട്ടൂ. ജുമാ നിസ്കരിക്കാൻ പറഞ്ഞത് അവരോടാണ്, സഹോദരന്മാരോടാണ്. അതുകൊണ്ട് അവർ ചെയ്തേ പറ്റൂ. നമുക്കോ അത് ചെയ്യാതെ തന്നെ അള്ളാഹു ഉന്നതമായ കൂലി വെള്ളിയാഴ്ച തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും മിനിമം വെള്ളിയാഴ്ചയുള്ള ബഹുമാനത്തിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അള്ളാഹ് എന്നുള്ള ഒരു നിയ്യത്തും ഇഷ്ടവും നമുക്ക് ഇന്നത്തെ ദിവസത്തിലുണ്ടെങ്കിൽ ഇതാ സലിമത്തുൽ ജുമുഅത്തു, ജുമുഅ നിസ്കാരം, അത് രക്ഷപ്പെട്ട ആളുകളിലേക്ക് പെടാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ദിവസം മുഴുവനും ആ ബെനിഫിറ്റ് സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് ഒരുപോലെ കിട്ടും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കോമൺ ആയിട്ട് സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് സുന്നത്തായി വരുന്ന പ്രത്യേകം ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് പാരായണം. അത് നിർബന്ധമായിട്ടും പീരീഡ്സിൻ്റെ സമയത്തല്ലാത്ത മുഴുവൻ സഹോദരിമാരും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ജുമാക്ക് പോകാത്തതല്ല, ജുമാക്ക് പോകാൻ പറ്റാത്ത രോഗികളായി ഹോസ്പിറ്റൽ വീടുകളിലൊക്കെ കിടക്കുന്ന സഹോദരന്മാർ പോലും ഈ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം ഒഴിവാക്കുന്നുണ്ട്. ജുമാക്ക് വരുന്നവർ പോലും, നേരത്തെ വരുന്നവരിൽ പോലും അൽ കഹ്ഫ് ഓതാത്തൊരവസ്ഥ ജുമാക്കുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ജുമയോട് കാണിക്കുന്ന മര്യാദകേടാണ്, ഇഷ്ടക്കേടാണ്. വലിയൊരു കൂലിയാണ് പോകുന്നത്, വലിയൊരു ബെനിഫിറ്റാണ് പോകുന്നത്. ഒരാഴ്ചത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കും ഈ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം. അപ്പോൾ ആണായാലും പെണ്ണായാലും സൂറത്തുൽ കഹ്ഫ് ഇന്ന് മനോഹരമായി തെറ്റുകൂടാതെ ഓതിയിട്ട് അതിനെ തവസ്സുൽ ചെയ്ത് വരക്കുക. അല്ലാഹു സൂറത്തുൽ കഹ്ഫ് ഇന്ന് ഓതാൻ പറഞ്ഞല്ലോ, വലിയ ബഹുമാനം ഉണ്ടല്ലോ. ആ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന അസ്ഹാബുൽ കഹ്ഫ് വലിയ ബഹുമാനം ഉണ്ടല്ലോ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ ഇന്ന പ്രയാസം നീ മാറ്റണം, രോഗം മാറ്റണം, ഇന്ന വിഷമം മാറ്റണം, ദ്വാരം നോക്കി കടങ്ങൾ നീക്കി തരണം. അതേപോലെ തന്നെ എൻ്റെ ഇന്ന മുറാദുണ്ട്, ആ മുറാദ് ഹാസിലാക്കി തരണം. ഈ സൂറത്തിൻ്റെയും സൂറത്തിൽ പറയുന്ന അസ്ഹാബുൽ കഹ്ഫിൻ്റെയും ബറക്കത്തുകൊണ്ട് എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ ഈ ദുആ പിന്നെ ആവർത്തിക്കേണ്ടി വരില്ല. ഇന്ന് തന്നെ സംഗതി നടക്കും. ഒരു തർക്കമില്ല അതിനകത്ത്. അത്രയേറെ ഫളലാണ്, അത്രയേറെ ബഹുമാനമാണ്. മനസ്സറിഞ്ഞാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരിമാരെ, എഴുതി വെച്ചോളൂ, നടക്കുക തന്നെ ചെയ്യും. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. നീയത്തും യഖീനും പോലെ ഇരിക്കും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ മൻ ഗസ്സല യൗമൽ ജുമഅത്തി വഗതസല സുമ്മ ബക്കറ വബതകറ വമസ വലം യർകബു വദനൽ ഇമാം. അതായത് വിശാലമായ ഹദീത്താണ്. എന്താ ഹദീത്തിൽ പറയുന്നത്? ഒരാൾ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ കുളിച്ചു, വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി, നല്ല മനോഹരമായി അങ്ങനെ നേരത്തെ പുറപ്പെട്ടു. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന നേരത്തെ ചുമ്മാ വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയിരുന്ന് ചുമ്മാ പത്രം വായിച്ച് നേരം കളയാതെ, വെള്ളിയാഴ്ച ആണല്ലോ അല്ല, മാക്സിമം നേരത്തെ പോകാൻ പഠിച്ചോനെ. ആ നിയ്യത്തോടെ നേരത്തെ വന്ന് ഹാജരായി. വലം യർക്കബ്, വാഹനം ഉപയോഗിച്ചില്ല. കഴിയുമെങ്കിൽ, ദൂരേട്ടാണെങ്കിൽ വാഹനം ഇല്ലാതെ പോയി ഇടങ്ങാറാകണമെന്ന് ഞാൻ പറയുന്നില്ല, ഏതായിരുന്നാലും കഴിയുമെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊണ്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നടന്ന് തന്നെ പോകണം. അങ്ങനെ നടന്നൊരാൾ പോയി വദനാമിനൽ ഇമാം, ഇമാമിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇരുന്നു. കണ്ടോ? വസ്തമ, എന്നിട്ട് ഇമാമിൻ്റെ വാക്കുകൾ, അതായത് ഖുത്തുബ ശ്രദ്ധിച്ച് കേട്ടു, ബഹുമാനത്തോടെ ആദരവോടെ. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാനലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സന, ഓരോ ചവിട്ടടിക്കും, അവൻ പള്ളിയിലേക്ക് വെച്ച ഓരോ കാൽ ചവിട്ടടി ഉണ്ടല്ലോ, അതിനല്ലാഹു ഒരു കൊല്ലത്തെ ഇബാദത്തെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 100 ചവിട്ടടി മിനിമം പറയുന്നത്, മിനിമം 100 ചവിട്ടടി പോരാ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ എത്ര അടുത്താണെങ്കിലും ആ ചവിട്ടടി വെച്ച് നമ്മൾ പള്ളിയിലേക്ക് പോയാൽ 100 ചവിട്ടടിയാണെങ്കിൽ 100 കൊല്ലത്തെ ഇബാദത്തിൻ്റെ കൂലിയെ, ചുമ്മാ ഇബാദത്തിൻ്റെ കൂലിയല്ല, പിന്നെയോ അജ്റു സിയാമിഹ വ ഖിയാമിഹ, ആ ഒരു കൊല്ലം മുഴുവനും നോമ്പ് പിടിച്ച കൂലി, ഒരു കൊല്ലം മുഴുവനും രാത്രി നിസ്കരിച്ച കൂലി, അങ്ങനെയുള്ള 100 കൊല്ലത്തെ കൂലിയെ കിട്ടാൻ പോവുക. അപ്പോൾ 500 ചവിട്ടടി ഉണ്ടെങ്കിലോ 500 കൊല്ലത്തെ വഴിദൂരമാണ്. 1000 ചവിട്ടടി വെച്ചാലോ 1000 കൊല്ലത്തെ ഇബാദത്തിന്, 1000 കൊല്ലം നോമ്പ്, 1000 കൊല്ലം രാത്രി നിസ്കാരം, ആ കൂലിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ബെനിഫിറ്റുകളെല്ലാം കിട്ടും. അതോടൊപ്പം സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം എപ്പോഴും ഓതാം. പരമാവധി വെള്ളിയാഴ്ചയിൽ സുബഹിൻ്റെ നേരം, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലതാണ്. ജുമാക്ക് മുമ്പ് ഓതാം. ഇനി ജുമാ കഴിഞ്ഞിട്ടാണ് സമയം കിട്ടിയത് ഓതാം. ഇനി ആ ദിവസം സമയം കിട്ടിയില്ല, സമയം ഭയങ്കര ടൈറ്റായിപ്പോയി, കിട്ടിയില്ല, പ്രയാസമായിപ്പോയി, വേറെ എൻഗേജഡായിപ്പോയി, വേണ്ട, അത് ഖളാ വീട്ടി ഓതണം. നമ്മൾ അടുത്ത സമയത്ത് എപ്പോഴാണോ നമുക്ക് കിട്ടിയ പിറ്റേ ദിവസം ഇന്നത്തെ രാത്രി ഓതാം. പക്ഷേ ഒരാഴ്ചയിൽ സൂറത്തുൽ കഹ്ഫ് തീരെ ഓതാതിരിക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വന്നിട്ട് ഓതാതിരിക്കുന്ന അവസ്ഥ ഏറ്റവും വലിയ നഷ്ടമാണ്. അതിനേക്കാൾ വലിയ നഷ്ടം ഒരാഴ്ചയില്ല, ഭയങ്കര നഷ്ടമാണ്. അത് പലപ്പോഴും അപകടങ്ങളൊക്കെ വരാൻ പോകുന്നതിൻ്റെ സൂചനയൊക്കെ ആകാം പലപ്പോഴും. കാരണം എന്താ, ഒരാഴ്ചത്തേക്ക് 10 ദിവസത്തേക്ക് അള്ളാഹുവിൻ്റെ സെക്യൂരിറ്റി അയാളുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അള്ളാഹിൻ്റെ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിൽ അള്ളാഹിൻ്റെ പ്രൊട്ടക്ഷനിലായിരിക്കും 10 ദിവസം ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ. അപ്പോൾ ആ കഹ്ഫ് സൂറത്ത് ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരക്ക, അഹു ഇതിൻ്റെ ബറക്കത്തുകൊണ്ട്, ഇതിൽ പറയപ്പെട്ട മഹാന്മാരുടെ ഹക്ക് ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് തവസ്സുലാക്കി ദ്വാരക്ക, എൻ്റെ ഇന്ന വിഷമം മാറ്റണേ. ഏത് വിഷമാകാം, കുടുംബരാകാം, രോഗമാകാം, മക്കളുടെ കാര്യം എന്തും ആകാം, അള്ളാഹു സലാമത്താക്കും. ഇനി ഇന്ന മുറാദ് ഹാസിലാക്കണമെന്ന് എന്ത് വിഷയമാകാം, അത് നടന്നിരിക്കും. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ജുമാ ദിവസം സലാമത്തായവരിൽ നമ്മളൊക്കെ അള്ളാഹു പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് ശുദ്ധമായ തേൻ ഇവിടെ നിന്ന് കിട്ടും? ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലും ഇല്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء
شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشر